നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ വലിയ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതായത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ള ഒരാൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ സാരിക്കിടയിലേക്ക് നോക്കി എന്നുള്ള തരത്തിലാണ് ആ വീഡിയോ ചിത്രീകരിച്ച് വൈറലാക്കിയിരിക്കുന്നത്. കുറെ ആൾക്കാർ പറയുന്നത് അത് ആ സാരിക്കിടയിലേക്ക് നോക്കിയതാണ്, ചിലർ പറയുന്നു അല്ല, ആ ഫോണിലേക്കാണ് ആ പ്രായമായ ആൾ നോക്കുന്നത് എന്ന്. എന്തായാലും അയാളുടെ അവസ്ഥ പരിതാപകരമാണ്. ശരിക്കും എന്താണ് അതിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരു മധ്യവയസ്കരാണ്, സാരിക്കടിയിലേക്കാണെങ്കിലും ഫോണിലേക്കാണെങ്കിലും അയാൾ നോക്കുന്ന അന്തം വിട്ട അത് അയാളുടെ ഒരു സ്ഥായി ഭാവമായിരിക്കാം. നമുക്കൊരു മനുഷ്യൻ്റെ മുഖഭാവം നോക്കി വിലയിരുത്താൻ വലിയ പാടാണ്. പക്ഷേ ചില നോട്ടപ്പെശകുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആൾക്ക് ഇത്തിരി പൊക്കം കുറവാണ്. എന്നാൽ ഈ യുവതി അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട്. ഇവർ ബസ്സിൽ ഒരു സൈഡ് സീറ്റിലിരിക്കുന്നു. അതിൻ്റെ വലതുവശത്ത് വന്ന് ഈ മധ്യവയസ്കൻ ഇരിക്കുന്നു. ഈ മധ്യവയസ്കൻ എത്തിവലിഞ്ഞാണ് നോക്കുന്നത് മുകളിൽ, ഈ യുവതിയുടെ തോളിന് മുകളിലൂടെ ഇങ്ങനെ നോക്കുന്നു. ആ നോക്കുന്ന ആ കണ്ണിൻ്റെ ചലനങ്ങൾ ഞാൻ ആ വീഡിയോ ഒന്ന് ക്ലോസ് ചെയ്ത് വാച്ച് ചെയ്തു. പക്ഷെ ആ കണ്ണിൻ്റെ ചലനങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഇയാൾ കൃത്യമായി ആ സ്ത്രീയുടെ മാറിടത്തിലേക്കാണോ നോക്കുന്നത്, അതോ ഇനി അതിൻ്റെ താഴെ ഭാഗത്ത് എവിടെയെങ്കിലും ആണോ എന്നുള്ളൊരു സംശയം പെട്ടെന്ന് തോന്നുക സ്വാഭാവികമാണ്. എനിക്കും ആ സംശയം തോന്നി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കമൻറ്റുകൾ കുറച്ച് നോക്കി. എല്ലാ കമൻറ്റും ഇയാളെ ന്യായീകരിക്കുന്നതാണ്, ഈ മധ്യവയസ്കനെ. എന്നാൽ ഈ സംഭവം, ഈ യുവതി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അവർ നിരവധി ഇൻ്റർവ്യൂ ഒക്കെ ഈ യൂട്യൂബുകളിലൊക്കെ ചെയ്യുന്ന ഒരു അവതാരകയാണ്. അവരുടെ സംഭാഷണം ഒക്കെ ഭയങ്കര വൈബുള്ള സാധനങ്ങളാണ്. അവരെന്തും പറയാൻ ഒരു മടിയില്ല, നല്ല കത്തിക്കാളുന്ന ഒരു ലേഡിയാണ് അവർ. ഇവർ ഈ അവസരം ഉപയോഗിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ്, ഏറ്റവും വലിയൊരു പരാതി അതാണ്. പക്ഷെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നൊരു വലിയ ആരോപണമുണ്ട്. ആ മധ്യവയസ്കൻ നോക്കുന്നത് ഫോണിലേക്കാണെങ്കിൽ, എല്ലാവരും തറപ്പിച്ചാൽ പറയുന്നത് ഫോണിലേക്കാണ് അയാൾ നോക്കിയതെന്ന് ഈ സോഷ്യൽ മീഡിയ കമൻറ്റുകളിലധികം, അല്ലെങ്കിൽ ഇങ്ങനെ എത്തിക്കുത്തി ഈ തോളിൻ്റെ മുകളിലൂടെ താഴേക്ക് നോക്കുന്നത്. ഈ യുവതി ഇങ്ങനെ മടിയിലൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുകയാണ്. ഇയാൾക്ക് ഈ റെക്കോർഡിങ് കാര്യങ്ങളൊന്നും വലിയൊരു പരിചയമൊന്നും ഉള്ളതായിട്ട് നോക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ എന്താണ് ഈ ഫോണിൽ കാണുന്നത് എന്നറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നതാവാം. ഇനി അതല്ല, ആ സ്ത്രീയുടെ സാരിക്കടിയിലേക്കാണ് നോക്കുന്നതെങ്കിൽ ആ വിഷ്വൽ ഒരു കാര്യം വ്യക്തമാണ്, ഒന്നും കാണാൻ പറ്റത്തില്ല. വളരെ ടൈറ്റായിട്ടാണ് സാരി കവർ ചെയ്തിരിക്കുന്നത്, വളരെ മാന്യമായിട്ടൊരു വസ്ത്രധാരണമാണ്. അപ്പോൾ ഇനി കാറ്റടിച്ചാൽ പോലും ആ ഷോൾഡറൊക്കെ നല്ല കയറിയിരിക്കുന്ന, കൈയൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഒരു ബ്ലൗസും ഒരു സെറ്റ് സാരിയാണ്. ഓണാഘോഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാണ്. സാധാരണ അവതാരിക, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ വേഷത്തിലൊന്നും അല്ല നമ്മൾ ഈ മറ്റ് ഇൻസ്റ്റാഗ്രാം വീഡിയോകളിലും ഈ പോസ്റ്റുകളിലുമൊക്കെ കാണുന്നത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഒരു സെറ്റ് സാരിയൊക്കെ എടുത്ത് വളരെ ഇതായിട്ടിരിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഇതിൻ്റെ ഭീകരാവസ്ഥ വേറൊന്നാണ്. കാരണം ഇതിൻ്റെ ഒരു ഇക്ലിത്തരമുണ്ട്. അതായത് ഒരു മധ്യവയസ്കൻ, പല എലമെൻറ്റ്സ് ഉണ്ട്. ഒന്നൊരു മധ്യവയസ്കൻ ഒരു യുവതിയുടെ മാറിടത്തിലേക്ക് തുറിച്ചു നോക്കി നിൽക്കുന്ന ഈ വീഡിയോ ആദ്യാവസാനം സസ്പെൻസ് ഉണ്ട്. കാരണം ഇനി അടുത്തത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ യുവതി തന്നെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പം താഴെ ഒരു ആംഗിളിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളിങ്ങനെ മുകളിൽ നോക്കുന്നത്, ഒരു വല്ലാത്ത ഒരു വീഡിയോ ഷൂട്ടിംഗ് ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നോക്കുന്നു, ഇനി കാറ്റടിച്ച് സാരി പറക്കുമോ, എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. അല്ല, ആളുകൾ ക്യൂരിയോസിറ്റിയോട് കൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ, ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇത് എന്താ എൻ്റെ അവസ്ഥ നോക്കിയപ്പം ഏകദേശം 4.5 കോടി ആളുകൾ, 45 ദശലക്ഷം ആളുകൾ ഈ വീഡിയോ കണ്ടിരിക്കുന്നു. എന്താണ് അയാളുടെ ഒരു അവസ്ഥ? അയാൾ ഇനി നോക്കിയത് ആ ഫോണിലേക്കായിരുന്നുവെങ്കിൽ അയാളുടെ ഒരു അവസ്ഥയൊന്നും ഓർത്തേ. നമ്മളൊരു 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ഒരു നീതിന്യായ വ്യവസ്ഥയുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ കൃത്യമായി ശിക്ഷിക്കപ്പെടണം. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഒരാളുടെ ജീവിതം വലിച്ചെറിഞ്ഞാൽ അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ല. അയാൾ ചെയ്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കണം. അത് ആ യുവതി പറയുന്ന, കാരണം ഇവിടെ സ്ത്രീകൾ പറയുന്നതാണല്ലോ ഏറ്റവും മുഖ്യമായത്. അതുകൊണ്ട് ആ യുവതി പറയുന്നതിലേക്ക് നമുക്ക് പോകേണ്ടി വരും. പക്ഷേ ഇവിടെയും ഓർക്കുക, ഈ യുവതി പരാതി കൊടുത്തിട്ടില്ല. ഈ യുവതി ഇടയ്ക്കൊന്ന് പ്രതികരിച്ചയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ആ മധ്യവയസ്കന് പേടിച്ചോടി, ഉള്ള ആയുസ് എടുത്തുകൊണ്ട് അയാൾ ഓടി രക്ഷപ്പെട്ടു. കാരണം അയാൾക്ക് ഇതൊന്നും മനസ്സിലായി കാണുകയില്ല.
പക്ഷെ അയാളുടെ മുഖഭാവം ശ്രദ്ധിക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു കാമഭാവമൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഈ യുവതി എന്തോ ഒരു കാമ മ്യൂസിക്കൊക്കെ ഇട്ടാണ്, കാമമൂടോ അങ്ങനെ കണ്ട് പറഞ്ഞു, എന്തോ ഒരു പ്രത്യേകതരം മ്യൂസിക്കൊക്കെ ഇട്ടാണ് ഈ വീഡിയോ അവതരിപ്പിച്ചത്. പക്ഷേ ഇത് നമ്മൾ അതിൻ്റെ അകത്ത് രണ്ട് തലമുണ്ട്. ഇതിലൊരു വല്ലാത്ത ക്രൂരതയുടെ ഒരു തലമുണ്ട്. അയാളുടെ മക്കൾ, അയാളുടെ ഭാര്യ, അയാൾ ഇനി കൗതുകത്തിന് ആ ഫോണിലേക്കാണ് നോക്കിയതെങ്കിൽ ഇനി ഞാൻ അയാളെ ന്യായീകരിക്കുമല്ല കേട്ടോ. അയാൾ ഈ സെറ്റ് സാരിയോ ഈ ബ്ലൗസോ ആദ്യം ഇയാൾ ഇങ്ങനെ നോക്കുന്നു, പിന്നീട് ഈ പെണ്ണ് ഈ യുവതി ഇത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ എന്തോ ഒരു കൗതുകത്തിന് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഇയാൾക്ക് ഇത്രയധികം നേരം നോക്കിയിരിക്കാൻ പോലും ഒന്നുമില്ല അവിടെ. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഒന്നും മനസ്സിലാവുന്നത്. ഇതൊരു വല്ലാത്ത തലമാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയം നമ്മൾ ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകാം. ഇത് പറയുന്ന പോലെ തന്നെ പറയുന്ന അയാൾ ഒരു തെറ്റ് ചെയ്തതിനെ ന്യായീകരിക്കുകയല്ല, തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുമില്ല. കാരണം സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം വൈറലാക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ്. എന്തും വൈറലാക്കാൻ ആൾക്കാർ തയ്യാറാണ്. അപ്പോൾ ഈ വൈറലാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ അറിയാതെ പോകുന്ന, ചിന്തിക്കാതെ പോകുന്ന കാര്യം കുറേ മനുഷ്യരുടെ ജീവിതങ്ങൾ ഇല്ലാതാക്കുകയാണ് എന്നുള്ളതാണ്. കോടതികൾ പോലും ഈ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഇതിൽ ഒരു സ്വകാര്യതാ ലംഘനമുണ്ട്. ആ മനുഷ്യന്റെ വീഡിയോ ഒരിക്കലും ചിത്രീകരിക്കാൻ പാടില്ല. അയാൾ പോലീസിനെ സമീപിച്ചാൽ, കോടതിയെ സമീപിച്ചാൽ കൃത്യമായി കേസെടുക്കണം. പിന്നെ ഈ യുവതി ഇവര് വൈറലാകാൻ വേണ്ടി ധാരാളം വീഡിയോകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൊതുനിരത്തിൽ അവരുടെ ഡാൻസൊക്കെ ഉണ്ട്. ഞാനതിനെ വർണ്ണിക്കുന്നൊന്നുമില്ല, കാരണം വർണ്ണിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത്തരം ഡാൻസുകൾ, അത്തരം വിഷ്വലുകളൊക്കെ നോക്കിയാൽ അവർ വൈറലാകാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. അതിൽ കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കഴിവാണ്. അവർ നല്ല അവതാരകയാണ്, നല്ല ഉരുളക്ക് ഉപ്പേരി പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെ കേട്ടാൽ നമ്മളാകെ ത്രസിക്കുന്ന സാധനങ്ങളൊക്കെ. ആറാട്ടണ്ണനൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഇനി നമ്മുടെ മലയാള നിഘണ്ടുവിൽ ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ സഭ്യം എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അശ്ലീലം എന്നൊക്കെ പറയുന്ന ഒരുവിധം വാക്കുകളൊക്കെ വളരെ സാംസ്കാരികമായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോ അവർ വൈറലാക്കാൻ എക്സ്പെർട്ടാണ്. ഇത് അതിഭയങ്കര വൈറലായിപ്പോൾ ഈ വീഡിയോ. ദേശീയ തലത്തിൽ ഈ വീഡിയോ വളരെ ശ്രദ്ധേയമായി. അന്തർദേശീയ തലത്തിലൊക്കെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഇന്ത്യയിലെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഏതോ ഒരു വളരെ സാംസ്കാരികമായ അധംപതനത്തിൽ ഊന്നി നിൽക്കുന്ന കേരളം എന്ന ഒരു സ്ഥലത്ത് ഒരു മധ്യവയസ്കൻ്റെ ഒരു അവസ്ഥ, അയാളുടെ ഒരു ലൈംഗിക ദാരിദ്ര്യം, അത് ലോക വിപണിയിലേക്ക് ഇപ്പോൾ കയറ്റുമതി ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷേ ഈ വല്ലാത്തൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇന്ന് ഡൽഹിയിൽ നടന്നൊരു സംഭവം, ഞാൻ നേരത്തെ ഒരു വാർത്തയിൽ അത് പറഞ്ഞിരുന്നു. ഒരു പൈലറ്റ്, അയാൾ ചെറിയ ഒരു ഈ ഹിഡൻ ക്യാമറ അയാളുടെ കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചു. എന്നിട്ട് ഇയാൾ നിരത്തിൽ കൂടെയൊക്കെ പോവുകയാണ്. അപ്പോൾ ഈ സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ തടിച്ചുകൂടി നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ പോയി ഇയാൾ ഈ കാല് ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഈ ക്യാമറ വെച്ച് ഇത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഒരു സ്ത്രീക്ക് ഒരു സംശയം തോന്നി, പോലീസിനെ വിളിച്ചു പറഞ്ഞ് പരിശോധിച്ചപ്പോൾ സത്യമാണ്, ഹിഡൻ ക്യാമറ ഈ കാൽ വിരലിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനം. പോലീസ് പിടിച്ച് മൊബൈൽ പിടിച്ച് നോക്കിയപ്പോൾ 74 സ്ത്രീകളുടെ അശ്ലീല ദൃശ്യങ്ങൾ. ഇയാൾ ഇതെല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഇയാൾ ഇത് ഡാർക്ക് വെബിൽ കൊടുത്ത് പൈസ ഉണ്ടാക്കുകയാണ്. ഇയാളിത് കണ്ട് ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇയാളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരവസ്ഥ ഓർക്കണേ. ഇത്തരം ആളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഈ വൈറലാകാൻ വേണ്ടി മാത്രമല്ല, അതിഭയങ്കരമായ ചൂഷണങ്ങളും ഈ മേഖലയിൽ നടക്കുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് ഈ തുറിച്ചു നോട്ടം, അത് കേരളത്തിൻ്റെ ഒരു വലിയ ഒരു ദുരന്തം തന്നെയാണ്. പക്ഷെ ഓർക്കണം, നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മിക്ക വീഡിയോകളിലും നോട്ടത്തിൽ എന്താണ് കുഴപ്പം, ഇത് കണ്ടതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് പറയുന്ന സ്ത്രീകളുടെ എത്ര പ്രതികരണങ്ങൾ കാണുന്നു. ആളുകൾ ധാരാളമായി ഓപ്പണായി പറയുന്നുണ്ട്. പിന്നീട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരാളെ യാദൃശ്ചികമെന്നോണം ഇതൊരാൾ കണ്ടാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. നമ്മളൊരു ഓപ്പൺ സ്പേസിലാണ് ജീവിക്കുന്നത്. ഒരാളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. പക്ഷേ തുറിച്ചു നോട്ടം ഒരാളുടെ സ്വകാര്യതകളിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ്. ഒരു വ്യക്തി നിൽക്കുമ്പോൾ അയാളുടെ സ്വകാര്യതയിലേക്കുള്ള തുറിച്ചു നോട്ടം ഒരിക്കലും പാടില്ല. പക്ഷേ ഇതൊക്കെ വൈറലാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തെറ്റാണ്.
ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മധ്യവയസ്കനായ ഒരാൾ അങ്ങനെ ആ സ്ത്രീയെ നോക്കുന്നു, ശരിക്കും അത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മറ്റു വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ടല്ലോ. മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ, കൊച്ചുകുട്ടികളെ പോലും പീഡിപ്പിക്കുന്ന ആൾക്കാർ, കേസിൽ അറസ്റ്റിലായിട്ടുള്ളവർ, അങ്ങനെ ഒരു വിഭാഗവുമുണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾക്ക് ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നാണ് ഈ വിഷയത്തിൽ അറിയാത്തത്. അല്ല, മധ്യവയസ്കർ എല്ലാം പ്രശ്നക്കാരാണ് എന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്ന് ഒരു 27-കാരി സ്വന്തം കുട്ടിയും എടുത്ത് ഒരു 17-കാരനെ വിളിച്ചുകൊണ്ട് ഒളിച്ചോടിപ്പോയ കഥ നമ്മൾ വായിച്ചു, വാർത്ത കൊടുത്തിരുന്നു. ആ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവരുടെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, പക്ഷേ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ കൊല്ലൂരിൽ വെച്ചാണ് അവർ അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകൾക്കെല്ലാം കാമപ്രാന്ത് പിടിച്ച് നടക്കുവാണ്? നമുക്കങ്ങനെ ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. എത്ര സ്ത്രീകൾ ഹണി ട്രാപ്പ് നടത്തുന്നു, അപ്പോൾ സ്ത്രീകളെല്ലാം ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുവാണ്. അപ്പോൾ ഇതിലും നന്മയുള്ളവരാണ് ഏറെ. അതുപോലെ തന്നെ മധ്യവയസ്കർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാകാം, ചില ഹോർമോൺ ഇൻബാലൻസിൽ ഇത്തരം പ്രശ്നങ്ങളുള്ളവരുണ്ടാകാം. ഇവരെല്ലാം നമുക്ക് ഒരേ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ക്രൂരത, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതൊക്കെ വലിയ ക്രിമിനൽ ആക്ടിവിറ്റീസാണ്. അവരൊക്കെ ശിക്ഷിക്കപ്പെടണം. അവരൊക്കെ സമൂഹത്തിൽ ഒറ്റപ്പെടേണ്ടതുണ്ട്. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ തന്നെ നൽകണം. പക്ഷേ ഇവിടെ ഇത്തരം ചില സോഷ്യൽ മീഡിയ കണ്ടൻറ്റുകൾ, ഇവിടെ ഈ യുവതി ഒരു കണ്ടൻറ് ക്രിയേറ്ററാണ്. നമ്മൾ ഒരു കാരണവശാലും യുവതിയെ അധിക്ഷേപിക്കാനോ ആക്ഷേപിക്കാനോ അല്ല. പക്ഷേ ഇതൊരു ട്രെൻഡായി മാറരുത്. ഒരു സംശയത്തിന് ആനുകൂല്യം കിട്ടാൻ സാധ്യതയുള്ള കേസുകളിൽ ഇത്തരം തലങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ വീഡിയോ വൈറലാക്കാൻ വേണ്ടി ഒരാളുടെ ജീവിതം തുലയ്ക്കരുത്. അത് മാത്രമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ആദ്യമേ പറയാനുള്ളത്. അത് വലിയ ക്രൂരതയാണ്. എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒരു നീതികേട് തോന്നുന്നത്, ഇപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വീഡിയോകളൊക്കെ വൈറലാകുമ്പോൾ സ്ത്രീകൾക്ക് പറയാനുള്ള ഒരു സ്പേസ് എല്ലാവരും കൊടുക്കാറുണ്ട്. മാധ്യമങ്ങൾക്ക് മുൻപിലാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിയമങ്ങൾ അവർക്ക് അനുകൂലമായതുകൊണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആ ആളിന് അവരുടെ പ്രതികരണം പോലും ആർക്കും വേണ്ട, ആർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. അത്തരത്തിൽ അവർ അടിച്ചമർത്തപ്പെട്ടു പോവുകയാണ് ശരിക്കും. അതൊരു വലിയ പോയിന്റാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്രമിക്കുന്ന ഈ മധ്യവയസ്കരുണ്ടല്ലോ, അയാൾ തെറ്റുകാരനായിരിക്കാം, അല്ലായിരിക്കാം, അത് രണ്ടാമത്തെ കാര്യം. പക്ഷേ അയാളുടെ ഒരു പ്രതികരണം ഒരു മാധ്യമം പബ്ലിഷ് ചെയ്താൽ അയാൾക്കെതിരെ വീണ്ടും കേസ് വരും. ആ സ്ത്രീക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുക മാത്രമല്ല, ആ സ്ത്രീയെ വീണ്ടും സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചു. അയാൾക്ക് സത്യം തുറന്നു പറയാനുള്ള ഒരു അവസരം കിട്ടത്തില്ല. പല സംഭവങ്ങളിലും പുരുഷന്മാർ നിശബ്ദരാക്കപ്പെടുന്നു. ഇരകളാണോ വേട്ടക്കാർ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന ഒരു ഘട്ടമാണത്. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന ഈ വലിയ വേലിയേറ്റം. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു ശബ്ദം, ആ ശബ്ദ കോലാഹലം, അതിൻ്റെ കാരണം ഇതാണ്. ഒരു വശത്ത് ഏതെങ്കിലും ഒരു പെണ്ണ്, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതുന്നു. അത് കുറേ പേര് ഏറ്റുപിടിക്കുന്നു. പിന്നീട് കേസാവുന്നു, പോലീസാവുന്ന പ്രശ്നം. ഒന്നും സംഭവിക്കത്തില്ല. കുറേ കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് അലിഞ്ഞ് എവിടെയൊക്കെ അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാവും. പക്ഷേ ഇതിനിടയിൽ ഇതൊക്കെ ആഘോഷമാക്കുന്ന, വിറ്റ് കാശാക്കുന്ന ഒരു കൂട്ടം മാധ്യമ ഹിംസ്ര ചിന്തകൾ ഇവിടെയുണ്ട്. അവർക്കിടയിലേക്കാണ് ഇത്തരം വീഡിയോ വലിച്ചെറിയപ്പെടുന്നത്. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്ത ഈ വീഡിയോ വൈറലാക്കിയിട്ടുണ്ട്. എല്ലാവരും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത് വലിയ വാർത്തയാക്കി. ആ തുറിച്ചുനോട്ടം യുവതി കൈയോടെ തൂക്കി, ഇതൊക്കെയാണ് ഹെഡിങ്സ്. ബസ്സിനുള്ളിലെ തുറിച്ചുനോട്ടം, തൂക്കിയെടുത്ത യുവതി വൈറൽ, പിന്നെ സൂപ്പർഡ എന്ന് പറഞ്ഞ് തകർക്കുവാണ്. ഒറ്റ ദിവസം കൊണ്ട് യുവതിയുടെ മാർക്കറ്റ് അങ്ങ് ആകാശമുട്ട വളർന്നു. പക്ഷെ അയാൾ നിരപരാധിയാണെങ്കിൽ ആ സംശയം ആ വീഡിയോ കണ്ട് എനിക്ക് തോന്നി. ഞാൻ തുറന്നു പറയുകയാണ്, നിരപരാധിയാണെങ്കിൽ എന്നല്ല, അയാളുടെ ഒരു നോട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും തെറ്റിദ്ധരിക്കത്തക്ക ഉണ്ടോ, അയാൾ എങ്ങോട്ടേക്കാണ് നോക്കുന്നത്, എനിക്ക് വ്യക്തതയില്ല. ഞാൻ ശരിക്കും നോക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ആനുകൂല്യം എപ്പോഴും സ്ത്രീകൾക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഈ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ബാഡ് ടച്ച്, ഗുഡ് ടച്ച് അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ നോട്ടം, ഒരു മോശം തരത്തിലുള്ള നോട്ടം, ഒരു നല്ല നോട്ടം, അതും ഈ സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ ഒരു സ്ത്രീ ഒരാണിനെ നോക്കുമ്പോൾ അത് ബാഡാണോ ഗുഡാണോ എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അതിൽ പക്ഷെ സ്ത്രീകൾക്ക് ഇക്കാര്യത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നാണ്
പൊതുവെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വൈറലാകാൻ കാട്ടിക്കൂട്ടുന്ന പ്രഹസനങ്ങൾ ദിവസം തോറും നമുക്ക് കാണാൻ കഴിയുന്നതാണ് സമൂഹത്തിൽ. അതുപോലെ തന്നെയാണ് വലിയൊരു ഭീതിതമായി മാറിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സാഹചര്യമുണ്ട്. അത് പോക്സോ കേസുകൾ. ആർക്കെതിരെ, ശത്രുവായി തോന്നുന്ന ആർക്കെതിരെയും പോക്സോ കേസ് കൊടുക്കാമെന്നുള്ള ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ആ ഒരു നിയമത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോക്സോ കേസിൽ അതിൽ ഒരു ദുരുപയോഗ സാധ്യത ഉള്ളപ്പോഴും ആ പോക്സോ കേസ് ശക്തമായി നിലനിർത്തണം. കാരണം കുട്ടികളുടെ കാര്യത്തിൽ ഒരു കരുതൽ അതൊരു നല്ല നിയമമാണ്. ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആരാണ് ശ്രദ്ധിക്കേണ്ടത്? പോലീസാണ്. നിയമ സംവിധാനങ്ങളാണ്. ശക്തമായ നിലയിൽ ഈ നിയമം നിലനിൽക്കണം. പക്ഷേ ഇതിൽ കുറച്ചുകൂടെയൊക്കെ വകതിരിവ് മാധ്യമങ്ങൾ കൂടി കാട്ടണം. ഒരു കേസ് പ്രത്യക്ഷത്തിൽ തന്നെ വ്യാജമാണോ അല്ലയോ എന്നൊക്കെ അത് വേർതിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് മാധ്യമങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഇത്തരം കേസുകളുടെ ഒരു അപകടം ഒഴിവാക്കാം. പെട്ടെന്ന് തന്നെ ഒരു പോക്സോ കേസ് എടുത്തു, ഒരാളെ അങ്ങ് ടാർണിഷ് ചെയ്തു, തീർത്തു. ഇത് ഏതെങ്കിലും തലത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലാണോ? ആരെങ്കിലും ഇയാളെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്? ഇതുകൂടി ഒന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ കോടതി നിർദ്ദേശമുണ്ട് പോലീസിനോട് സമഗ്രമായി പരിശോധിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമഗ്രമായി പരിശോധിക്കും. ഇക്കാര്യത്തിൽ നീതിപൂർവമായ ഇടപെടലുകൾ നമ്മുടെ പോലീസ് സംവിധാനം ചെയ്യുകയും ചെയ്താൽ ഈ നിയമം നല്ലതാണ്. ഈ നിയമം നിലനിൽക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഒട്ടും മനസ്സിലാകുന്നില്ല. ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ്. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കേട്ടൊരു വാർത്തയാണ്, ബസ്സിനുള്ളിൽ ഒരു സ്ത്രീയെ സിബൂരി കാണിച്ച സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാളെ അറസ്റ്റ് ചെയ്യുന്നു. പുറത്തിറക്കാൻ പൂമാലയിട്ട് സ്വീകരിക്കാൻ മെൻസ് അസോസിയേഷനാണ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള വകതിരിവില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. പക്ഷെ പുറമേ പറയുമ്പോൾ നമ്മൾ പ്രബുദ്ധരാണ്. അല്ല, അതൊക്കെ ഇതിൻ്റെ രണ്ട് വശങ്ങളാണ്. ഒന്ന്, ഒരു വിഭാഗം വളരെയേറെ ആക്രമിക്കപ്പെടുമ്പോൾ, ഞാൻ പറയുന്ന ബ്ലാക്ക് മെയിൽ രൂപത്തിൽ, ഹണി ട്രാപ്പ് രൂപത്തിൽ, പഴയ വ്യാജ പീഡനങ്ങളുടെ പേരിൽ, പ്രണയ നൈരാശ്യങ്ങളുടെ പേരിലൊക്കെ ഈ പുരുഷന്മാർ ആക്രമിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഒരു തുടർക്കഥയാണ് ഈ മെൻസ് അസോസിയേഷൻ പോലുള്ള സാധനങ്ങൾ. അപ്പോൾ അവർക്കെപ്പോഴും അവരുടെ ആശയപ്രചരണത്തിന് ചില സംഭവങ്ങൾ വേണം. അപ്പോൾ ഏതെങ്കിലും പുരുഷൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് കണ്ട് അവർ ചാടി വീഴും. അവർക്കും കുറച്ച് വകതിരിവുണ്ടായാൽ ഇതിന് ഒരു സാമൂഹിക അംഗീകാരം കൂടുതൽ കിട്ടും അസോസിയേഷൻ. അവരത് സ്വയം മനസ്സിലാക്കണം. അതിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ ഏതോ ഭാരവാഹികളൊക്കെ വല്ലപ്പോഴും നമുക്ക് പ്രതികരണമൊക്കെ തരാറുണ്ട്. പക്ഷേ അവർ കുറച്ചുകൂടി ഇത്തരം കാര്യങ്ങളിലൊരു വകതിരിവ് പ്രദർശിപ്പിക്കണം. പക്ഷെ എപ്പോഴും ഒരു ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കുന്നൊരു ശൈലി നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇവിടെ പിന്തുടരാറുണ്ട്. അതിനൊരു ജനാധിപത്യ സ്വഭാവം കൂടിയുണ്ട്. ജനങ്ങൾ ഇതെല്ലാം കണ്ട് വിലയിരുത്താൻ കഴിവുള്ളവർ. അവർക്കറിയാം തെറ്റ് ആരുടെ ഭാഗത്താണ്, ശരി ആരുടെ ഭാഗത്താണെന്ന് അവർക്ക് പെട്ടെന്ന് വിലയിരുത്താൻ കഴിയും. അതുകൊണ്ട് മെൻസ് അസോസിയേഷന് വകതിരിവ് വേണം. പ്രേക്ഷകർ കാര്യങ്ങളിൽ നല്ല ഒരു വകതിരിവോടുകൂടി വേണം ഇതിനെ സമീപിക്കാൻ. നമ്മൾ ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നത് സമൂഹത്തിൽ എപ്പോഴും കാണുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉൾപ്പെടെ ഏറ്റവും ഒടുവിൽ ഇതൊക്കെ എന്തെങ്കിലും ഹിഡൻ അജണ്ടയുടെ പേരിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനെല്ലാം സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നത്. വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്ന ഓർമ്മയോടെ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ. എന്തായാലും ആ വിഷയത്തിൽ ആ പെൺകുട്ടിയുടെ ആ വീഡിയോ ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ തൊട്ടുപ്പുറത്തുണ്ടായിരുന്ന ആ മധ്യവയസ്കൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി സമൂഹം കേൾക്കണം. കാരണം തെറ്റുകാരനല്ലെങ്കിൽ ഈ സമൂഹം ഉൾപ്പെടെ അദ്ദേഹത്തോട് ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.